സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കൂടുതലാണെന്ന അനാവശ്യ ഭീതി സൃഷ്ടിക്കാൻ ചിലർ ശ്രമിക്കുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇത് തീർത്തും തെറ്റായ കാര്യമാണ്. നവംബർ മാസത്തിൽ തന്നെ കോവിഡ് കേസുകളിൽ ചെറുതായി വർധനവ് കണ്ടതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകി മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. സാമ്പിളുകൾ ഹോൾ ജീനോം സീക്വൻസിംഗ് പരിശോധനയ്ക്ക് അയക്കാൻ മന്ത്രിതല യോഗത്തിൽ അന്നു തന്നെ തീരുമാനിച്ചിരുന്നു. നവംബർ മുതൽ ഹോൾ ജീനോമിക് പരിശോധനയ്ക്ക് സാമ്പിളുകൾ അയച്ചുവരുന്നു. അതിൽ ഒരു സാമ്പിൾ മാത്രമാണ് JN1 കണ്ടെത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം കരകുളം സ്വദേശിയായ 79 വയസ്സുള്ള ആൾക്കാണ് ഇത് കണ്ടെത്തിയത്. അവർ ഗ്രഹചികിത്സ കഴിഞ്ഞ് രോഗമുക്തമാകുകയും ചെയ്തതായി മന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങളുടെ മികവ് കൊണ്ടാണ് എപ്പോഴും കാര്യങ്ങൾ കൃത്യമായി കണ്ടെത്തുന്നത്. അതിവിടെ രോഗം പടരുന്നു എന്ന രീതിയിൽ തെറ്റായി വ്യാഖ്യാനിച്ച് ജനജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. പ്രായമുള്ളവരും ഗുരുതര രോഗമുള്ളവരും കോവിഡ് വരാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കണമെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ നിന്നുൾപ്പെടെ ബ്രിട്ടനിലെ കെയർ ഹോമുകളിലേക്ക് ജോലിക്കായി എത്തിയ വിദേശ നഴ്സുമാരെയും കെയറർമാരെയും ചൂഷണം ചെയ്യുന്നതായി റിപ്പോർട്ട്. BBC-യുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പുറത്തുവന്നത്. ബാലകൃഷ്ണൻ ബാലഗോപാൽ എന്ന മലയാളി മാധ്യമ പ്രവർത്തകനാണ് ബ്രിട്ടനെ ആകെ ഞെട്ടിച്ച ഈ അന്വേഷണ റിപ്പോർട്ട് രഹസ്യമായി തയ്യാറാക്കിയത്. ഗവൺമെന്റ് വെബ്സൈറ്റ് വഴി അപേക്ഷിച്ചാൽ കേവലം 551 പൗണ്ട് മാത്രം ചിലവാകുന്ന വിസയ്ക്കായി 6000 മുതൽ 10000 പൗണ്ട് വരെ റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിന് നൽകിയാണ് ജോലി നേടിയതെന്നാണ് കെയറർമാരായി എത്തിയ മലയാളികളിൽ ചിലർ മലയാളത്തിൽ തന്നെ BBC ഡോക്യുമെന്ററിയിൽ തുറന്നു സമ്മതിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് ജോലി തേടി പോകാൻ പോലും കഴിയാത്ത വിധം നഴ്സിംഗ് ഹോമുകളിൽ കുരുക്കിലായി പോകുന്ന സാഹചര്യവും മലയാളിയായ നഴ്സുമാരും കെയറർമാരും വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. 2023 ബ്രിട്ടനിൽ ആരോഗ്യ മേഖലയിലെ ജോലിക്കായി എത്തിയവരിൽ മഹാഭൂരിപക്ഷവും മലയാളികളായിരുന്നു. മനസാക്ഷിയും നീതിബോധവുമില്ലാത്ത ഏജന്റുമാരും സബ് ഏജന്റുമാരും നടത്തുന്ന തീവെട്ടിക്കൊള്ളയ്ക്ക് ഇരയായി ബ്രിട്ടനിലെത്തുന്ന നഴ്സിംഗ് മേഖലയിലെ ജോലിക്കാരാണ് പിന്നീട് കെയർ ഹോമുകളിൽ അമിത ജോലിയും അതിന്റെ മാനസിക സമ്മർദ്ദവുമായി കഴിയേണ്ടി വരുന്നത്. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ പോലീസിനെ വിമർശിച്ചതിനുള്ള പ്രതികാരമായാണ് തന്നെ കേസിൽ കുടുക്കിയതെന്ന് ഡോക്ടർ ഷഹന ആത്മഹത്യാ കേസിൽ പ്രതിയും മെഡിക്കൽ കോളേജ് PG വിദ്യാർത്ഥിനിയുമായ ഡോക്ടർ റുവൈസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജിയിലെ വാദത്തിനിടെയാണ് റുവൈസിന്റെ അഭിഭാഷകൻ ഇക്കാര്യം ആരോപിച്ചത്. എന്നാൽ അങ്ങനെ പറയാനാവില്ലെന്നും സ്ത്രീധനം ആവശ്യപ്പെടുന്നത് കുറ്റകരമാണെന്നും ഹർജി പരിഗണിച്ച ജസ്റ്റിസ് P. ഗോപിനാഥ് പ്രതികരിച്ചു. സ്ത്രീധനത്തിന്റെ പേരിൽ റുവൈസ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന്റെ മനോവിഷമത്തിൽ ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തു എന്നതാണ് കേസ്. ഹർജി ഡിസംബർ 20 മാറ്റി. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി കേരള UHC പ്രോഗ്രാമിന്റെ നേതൃത്വത്തിൽ കളക്ടീവ് ആക്ഷൻ ഇനീഷ്യേറ്റീവ് ആരംഭിച്ചു. ABPMJAY കാസ്പിന്റെ കീഴിൽ കേരളത്തിലെ ഡയാലിസിസ് രോഗികളുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുക എന്നതാണ് CAയുടെ പ്രധാന ലക്ഷ്യം. സാർവത്രിക ആരോഗ്യ പരിരക്ഷ നേടുന്നതിനുള്ള സംരംഭങ്ങൾ, വൈദഗ്ധ്യങ്ങൾ, ടീം വർക്ക് തുടങ്ങിയവയെ L4UHC പ്രോഗ്രാം പ്രോത്സാഹിപ്പിക്കുന്നു. L4UHC ദേശീയ പരിശീലകൻ ഡോക്ടർ വരുൺ ഗോയൽ സെഷനുകൾക്ക് നേതൃത്വം നൽകി. SHAയുടെ ജോയിന്റ് ഡയറക്ടർമാർ, നെഫ്രോളജിസ്റ്റുകൾ, പബ്ലിക് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റുകൾ, SHA ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 2 ദിവസത്തെ തുടർച്ചയായ ചർച്ചകൾക്കും ആലോചനകൾക്കും ശേഷം 100 ദിവസത്തെ കർമ്മ പദ്ധതി ആവിഷ്കരിച്ചു. ക്യാൻസർ മരുന്നുകളുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന സംരംഭം ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSDP എന്ന് മന്ത്രി P. രാജീവ്. ഇതിനായി ആലപ്പുഴ കലവൂരിലെ ഓങ്കോളജി ഫാർമ പാർക്കിൽ പുതിയ പ്ലാന്റ് സ്ഥാപിക്കും. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് മുഖേനയുള്ള ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 231 കോടി രൂപയുടെ മൊത്ത നിക്ഷേപത്തിൽ കലവൂരിലെ 6.38 ഏക്കർ സ്ഥലത്താണ് ക്യാൻസർ മരുന്ന് ഉത്പാദന കേന്ദ്രം ആരംഭിക്കുന്നത്. സാമൂഹ്യ നേട്ടങ്ങൾ ഊന്നൽ നൽകി പ്രാരംഭഘട്ടത്തിൽ ഉയർന്ന ഡിമാൻഡുള്ള ഓങ്കോളജി ഡ്രഗ് ഫോർമുലേഷനുകൾ നിർമ്മിക്കുന്നതിൽ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലും മറ്റ് സ്ഥാപനങ്ങളിലും ഗണ്യമായ ഡിമാൻഡുള്ള 20 ഓങ്കോളജി മരുന്നുകൾ കമ്പനി കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണക്കാരന് താങ്ങാനാവുന്ന വിലയിൽ മരുന്നുകളുടെ ഉത്പാദനം നടത്തുന്നതിനായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിനെയും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനെയും സമീപിച്ചതായും വ്യവസായ വകുപ്പ് മന്ത്രി വ്യക്തമാക്കി.
പ്രസവത്തിനു ശേഷം 1/3 സ്ത്രീകൾക്കും വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളെന്ന പഠനം. ലാൻസെറ്റ് ഗ്ലോബൽ ഹെൽത്ത് ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പ്രസവിച്ച സ്ത്രീകളിൽ 35% ലൈംഗിക ബന്ധത്തിനിടെ വേദന അനുഭവപ്പെടാറുണ്ടെന്നും 32% പേർക്ക് പുറം വേദനയും 19% പേർക്ക് മലം പിടിച്ചു നിർത്താനാവാത്ത അവസ്ഥയും ഉണ്ടാകാമെന്ന് പഠനം റിപ്പോർട്ട് പറയുന്നു. 9 മുതൽ 24% പേർക്ക് ഉത്കണ്ഠയും 11 മുതൽ 17% പേർക്ക് വിഷാദരോഗവും 11% യോനിക്കും മലദ്വാരത്തിനും ഇടയിലുള്ള ഭാഗത്ത് വേദനയും 6 മുതൽ 15% പേർക്ക് പ്രസവത്തോടുള്ള ഭയവും 11% പേർക്ക് അടുത്ത കുഞ്ഞു ജനിക്കാത്ത അവസ്ഥയും ഉണ്ടാകാമെന്ന് ഗവേഷകർ പറയുന്നു. ഗർഭകാലത്തും പ്രസവാനന്തരവും ഫലപ്രദമായ പരിചരണം നൽകുക വഴി ഇത്തരം സങ്കീർണതകളെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കുമെന്നും പഠനം ചൂണ്ടിക്കാണിക്കുന്നു. പ്രസവാനന്തരം സ്ത്രീകൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാനുള്ള മാർഗനിർദ്ദേശങ്ങൾ പല രാജ്യങ്ങളുടെയും ആരോഗ്യ സംവിധാനങ്ങളിലില്ലെന്നും ഇത് ഒരു പോരായ്മയാണെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു. വ്യായാമം ചെയ്യുന്നത് വിഷാദരോഗത്തെ അകറ്റുമെന്ന പുതിയ പഠനം. ഫ്രണ്ടിയർ ഓഫ് സൈക്കാട്രി എന്ന ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വിഷാദരോഗം ബാധിച്ചവർക്ക് മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള തലച്ചോറിന്റെ കഴിവ് സാധാരണ ആളുകളെക്കാൾ കുറവായിരിക്കും. വ്യായാമം ചെയ്യുന്നതിലൂടെ വിഷാദരോഗ ലക്ഷണങ്ങൾ കുറയ്ക്കുക മാത്രമല്ല, തലച്ചോറിന്റെ മാറ്റത്തിലുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. വിഷാദരോഗികളായ 41 ആളുകളെ 3 ആഴ്ചത്തെ വ്യായാമങ്ങൾക്ക് വിധേയരാക്കിയാണ് പഠനം നടത്തിയത്. വ്യായാമങ്ങളിൽ ഏർപ്പെട്ടതിനു ശേഷം സാധാരണ ആളുകളെ പോലെ ഇവർ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇവരിൽ വിഷാദം കുറയുന്നതായും പഠനം കണ്ടെത്തി. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.